എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നല്ലൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. പാലും ക്രീമും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു സോസ് പാനിലേക്ക് 650 മില്ലി പാലൊഴിച്ച് കൊടുക്കുക. 650 മില്ലി എന്ന് പറയുമ്പം 1/2 ലിറ്റർ പ്ലസ് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ആ ഒരളവിലാണ് പാലെടുത്തിട്ടുള്ളത്. 1/2 കപ്പ് എന്ന് പറയുന്നത് 120 മില്ലിയാണ്. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 മില്ലിയാണ്. നല്ല കൊഴുപ്പുള്ള പാൽ തന്നെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണം. അപ്പോഴാണ് പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ക്രീം ചേർക്കാം. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് 250 മില്ലിയുടെ പാക്കറ്റാണ്. ഇത് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ക്രീം കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം പാല് മാത്രമായിട്ട് ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 150 ഗ്രാം പഞ്ചസാര, അതായത് 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ്. ഈ പുഡിംഗ് നമ്മൾ തണുപ്പിച്ചെടുക്കുന്നത് കൊണ്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ മധുരം ഉണ്ടാകുമ്പോൾ തന്നെയാണ് നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഇതൊരു തിക്കനിങ് ഏജൻ്റാണ് ചൈന ഗ്രാസ് എന്ന് പറയുന്നത്, ജലാറ്റിനൊക്കെ പോലെ. ഇതിന് അഗാർ അഗാർ എന്നും പറയും. 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ ബേക്കേഴ്സിൻ്റെ ചൈന ഗ്രാസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് 10 ഗ്രാമാണുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഷീറ്റായിട്ടുള്ള ചൈന ഗ്രാസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പാലിലേക്ക് ചേർത്ത് യോജിപ്പിക്കുന്നത്. അപ്പോൾ ഉരുകി കിട്ടാനുള്ള എളുപ്പത്തിന് നമ്മളിത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നത് നല്ലതാണ്. എന്നിട്ടിത് 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് ഇത് അല്പനേരം ഒന്ന് കുതിർത്തിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് കുതിർത്തിയെടുക്കുക. എന്നിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതേ സമയം തന്നെ നമ്മൾ വേറൊരു അടുപ്പിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാല്, ക്രീം, പഞ്ചസാര അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. അതും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ പാലിൻ്റെ മിക്സ് തിളയ്ക്കണമെന്നില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അതേപോലെ തന്നെ ഈ ചൈന ഗ്രാസും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇത് ഉരുകിയില്ലെങ്കിൽ നമ്മൾ പാലിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഉരുകാതെ കിടക്കുന്ന പീസസൊക്കെ പാലിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഇപ്പോൾ ഇവിടെ ഇതൊരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒരു മിക്സായി വന്നിട്ടുണ്ട്. ഒരു ലോ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ പാകമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചൂടാക്കിയിരുന്ന പാലിൻ്റെ മിക്സും പാകത്തിന് ചൂടായിട്ടുണ്ട്. പാകത്തിന് ചൂടെന്ന് പറയുമ്പോൾ പാത്രത്തിൻ്റെ വശങ്ങളിലൊക്കെ ചെറുതായിട്ട് പത വന്ന് തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഉരുകിയിട്ടുള്ള ചൈന ഗ്രാസിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ സമയം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തന്നെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് അല്പം തിക്കായിട്ടുള്ള ഒരു മിശ്രിതമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലേവറിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇതൊന്ന് അരിച്ച് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. എന്തെങ്കിലും കരടോ അല്ലെങ്കിൽ ചൈന ഗ്രാസിൻ്റെ ഉരുകാത്ത എന്തെങ്കിലും പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളും. ഇതേപോലെ ഒരു ടിന്നിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുള്ള ചെറിയ ചെറിയ ബൗളുകളിലൊക്കെ ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ തണുക്കാനായിട്ട് അനുവദിക്കുക. ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ആറി ഒന്ന് തണുത്ത് വരും. അങ്ങനെ ചൂടറിയതിന് ശേഷം ഒരു ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മൂടിയിട്ട് ഒരു 6 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിവിടെ ഓവർനൈറ്റാണ് തണുപ്പിച്ചത്. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഈ ടിന്നിലുള്ളത് നിങ്ങൾക്ക് ഒന്നെങ്കിലും ഡീമോൾഡ് ചെയ്തിട്ട് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഇതിൽ നിന്ന് തന്നെ മുറിച്ചെടുത്ത് നമുക്ക് വിളമ്പാവുന്നതാണ്. പിന്നെ ഇതിന് മുകളിലേക്ക് എന്തെങ്കിലും നട്ട്സോ അതുപോലെ മറ്റെന്തെങ്കിലും ടോപ്പിങ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റാണിത്, നല്ല ടേസ്റ്റുമാണ്. ഇതാ മോൾഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടു വന്നോളും. ഇനി അത് വിട്ടുവരാൻ എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഈ അരികിൽ നിന്ന് സാവധാനം ഒന്ന് വിടുവിച്ച ശേഷം ചൂടുവെള്ളത്തിൽ ഒരു 4-5 സെക്കൻഡ് ഒന്ന് മുക്കി വയ്ക്കുക. അപ്പോഴേക്കും ഇത് പെട്ടെന്ന് വിട്ടു വന്നോളും. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സ്ട്രോബെറി ക്രഷ് കുറച്ച് ചേർക്കുന്നുണ്ട്. ഈ സ്ട്രോബെറി ക്രഷ് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്.
ഇതല്പം ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് ഒരു സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ലൂസായി വന്നോളും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും ക്രഷ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതുപോലെ ഡീമോൾഡ് ചെയ്യാതെ നമുക്ക് പാത്രത്തിൽ തന്നെ വെച്ച് നമുക്കിതുപോലെ സെർവ് ചെയ്യാം. അതിൻ്റെ മുകളിൽ കുറച്ച് ടോപ്പിങ്സ് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ പുഡിങ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.